വെള്ളമയിലും കുരങ്ങുകളും പുലിയും കടുവയും എല്ലാം ഉൾക്കൊള്ളുന്ന മൈസൂർ സൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മൈസൂർ സൂയിലേക്കാണ്. മൈസൂർ ഓഡിയാർ രാജകുടുംബത്തിലെ 25ാമത്തെ രാജാവായിരുന്ന ശ്രീ ചാമരാജേന്ദ്ര ഓഡിയാറുടെ നേതൃത്വത്തിലായിരുന്നു 1892 ഈ മൃഗശാല ആരംഭിച്ചത്. 131 വർഷമായിട്ടുണ്ട് ഇത് ആരംഭിച്ചിട്ട്. 157 ഏക്കറിലാണ് ഈ ഒരു മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. 100 രൂപയുടെ എൻട്രി പാസ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് സുന്ദരനായ ഒരു മയില്, ഒപ്പം അതിൻ്റെ ഒരു ഇണയുമുണ്ട്. തൊട്ടടുത്ത കൂട്ടിൽ ഒരു വൈറ്റ് പീക്കൊക്കെ നിൽക്കുന്നു. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഈ കാണുന്നതാണ് സാരസ് ക്രെയിൻ. ഇന്ത്യയിലെ തന്നെ ടോളസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്നറിയപ്പെടുന്ന കൊക്കുകളാണ് ഈ കാണുന്നത്. ഏകദേശം 20 വർഷമാണ് ഇവകളുടെ ആയുസ്. ഇതാണ് ഷെൽഡക്ക്. 10 മുതൽ 30 വർഷം വരെയാണ് ഇവകളുടെ ആയുസ്. ഇതാണ് ഗോൾഡൻ പെസന്റ്. ഈ കാണുന്നത് ഒരു മെയിൽ ഗോൾഡൻ പെസന്റ് ആണ്. ഇത് ഫീമെയിലും. ഫീമെയിൽ ഗോൾഡൻ പെസൻസ് മെയിൽ ഗോൾഡൻ പെസൻസിന്റെ പകുതി വലുപ്പമേ കാണത്തുള്ളൂ. ഏകദേശം 8 വർഷം വരെയൊക്കെയാണ് ഇവകളുടെ ആയുസുള്ളത്. ഇവകളുടെ സ്വദേശം വെസ്റ്റേൺ ചൈനയാണ്. 70 മുതൽ 90 വയസ്സുവരെ ലൈഫ് സ്പാൻ വരുന്ന ബ്ലൂ ഗോൾഡൻ മക്കാവോ ആണിത്. ഇവകൾ തന്നെ ഏകദേശം 19 സ്പീഷീസ് ഉണ്ട് ലോകത്തിൽ. ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ പല ഭാഷകളും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. റെഡ് മക്കാവോ ആണ് ഈ കാണുന്നത്. ഇതാണ് എക്ലിറ്റസ് പാരറ്റ്. 50 വർഷം വരെയാണ് ഇവകളുടെ ആയുസ്. ഈ അഭ്യാസം കാണിക്കുന്നവന്മാരാണ് ടഫ്റ്റഡ് ക്യാപുച്ചിൻ. സൗത്ത് അമേരിക്കയായിരുന്നു ഇവരുടെ സ്വദേശം. 8 മുതൽ 15 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് സാധാരണ ഇവർ ജീവിക്കാറുള്ളത്. ഇനി നമ്മൾ കാണുന്നത് ലെപ്പേർഡിനെയാണ്. 2 കൂട്ടിലായിട്ട് 5 എണ്ണത്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. റെഡ് കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇവകളുടെ ആയുസ് ഏകദേശം 12 മുതൽ 17 വർഷമാണ്. തൊട്ടടുത്ത കൂട്ടിൽ ഒരു കടുവയുമുണ്ട്. ആള് നല്ല ഉറക്കമാണ്. തൊട്ടപ്പുറത്തെ കൂട്ടിൽ തന്നെ ഒരു വൈറ്റ് ടൈഗറുമുണ്ട്. ഇതിന്റെ പേരാണ് മാന്യ. ഏകദേശം 18 വയസ്സായിട്ടുണ്ട്. 10 മുതൽ 20 വർഷം വരെയാണ് ഇവകളുടെ ആയുസ്സുള്ളത്. നിലവിൽ മൈസൂർ സൂയിലുള്ളത് ഈ മാന്യയുടെ കുഞ്ഞുങ്ങളാണ്. ഇനി നമ്മൾ കാണുന്നത് കാട്ടിലെ രാജാവിനെയാണ്. ഒറ്റയ്ക്കൊരു കൂട്ടിൽ ഇട്ടിരിക്കുന്നു. തൊട്ടപ്പുറത്തെ കൂട്ടിൽ ഒരു പെൺസിംഹവും ഒരു ആൺസിംഹവും കിടപ്പുണ്ട്. ഈ കാണുന്നവയാണ് റിംഗ് ടെയിൽഡ് ലെമ്യൂർ. പേര് പോലെ തന്നെ ഇവകളുടെ വാല് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ പേര് ഇവർക്ക് ലഭിച്ചതെന്ന്. അടുത്തതായിട്ട് കാണുന്നത് ലയൺ ടെയിൽഡ് മക്കാവോ ആണ്. മലയാളത്തിൽ സിംഹവാലൻ കുരങ്ങെന്നാണ് അറിയപ്പെടുന്നത്. പഴവർഗ്ഗങ്ങളും പക്ഷികളുടെയും മറ്റും മുട്ടകളാണ് ഇവകളുടെ ഭക്ഷണം. 20 മുതൽ 30 വർഷം വരെയാണ് ആയുസ്. ഈ കാണുന്നത് ഒരു ഗൊറില്ലയാണ്. 98.3% മനുഷ്യരുമായി സാമ്യമുള്ള ജീവി. ഈ കാണുന്നത് അവന്റെ ഭക്ഷണം വെച്ചിരിക്കുന്ന കൂടാണ്. 30 മുതൽ 45 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ. ആഫ്രിക്കയാണ് സ്വദേശമെങ്കിലും മനുഷ്യരെ പോലെ തന്നെ ഇമോഷൻസ് ഉള്ള ഒരു ജീവി കൂടിയാണ് ഗൊറില്ലാസ്. ഈ കാണുന്നതാണ് ചിമ്പാൻസീസ്. 98.8% മനുഷ്യനുമായി സാദൃശ്യമുള്ളത്. ആഫ്രിക്കയാണ് സ്വദേശം. 5 മുതൽ 150 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ സാധാരണ ജീവിക്കാറുള്ളത്. 150 വയസ്സുവരെയൊക്കെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ. ഇതാണ് സതേൺ അമേരിക്കൻ ടാപ്പിയർ. ഇന്ത്യയിൽ തന്നെ കാണപ്പെടുന്നതും ഏകദേശം 25 മുതൽ 30 വർഷം വരെ ലൈഫ് സ്പാൻ ഉള്ളതുമായിട്ടുള്ള ഒരു ജീവിയാണ് ഇത്. ആഫ്രിക്കൻ സ്വദേശമായിട്ടുള്ള ചീറ്റ. 10 മുതൽ 12 വയസ്സ് വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ. ഇതാണ് വൈറ്റ് റൈനോസസ്. റൈനോസസ് തന്നെ വൈറ്റുമുണ്ട് ബ്ലാക്കുമുണ്ട്. ഏകദേശം 50 വർഷമാണ് ഇവരുടെ ലൈഫ് സ്പാൻ. ഇന്ത്യൻ റൈനോസസ് ആണെങ്കിൽ 60 വർഷവും. 50 മുതൽ 55 km/h സ്പീഡിൽ ഇവകൾക്ക് ഓടാൻ സാധിക്കും. വൈൽഡിൽ 20 വർഷവും സൂസിലാണെങ്കിൽ 40 വർഷവും ലൈഫ് സ്പാൻ ഉള്ള സീബ്രാസ്. ഈ അഭ്യാസം കാണിക്കുന്നവരാണ് ഒറാങ്കുട്ടൻ. ഇന്തോനേഷ്യ, മലേഷ്യ റെയിൻ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന ഇവകൾക്ക് ഏകദേശം 35 മുതൽ 40 വർഷം വരെയാണ് ലൈഫ് സ്പാൻ ഉള്ളത്. ഇവന്മാരാണ് വൈൽഡ് ഡോഗ്സ് അല്ലെങ്കിൽ ദോൾ എന്നറിയപ്പെടുന്ന കാട്ടുനായ്ക്കൾ.
കൂട്ടത്തോടെ ആക്രമിച്ച് ഇരയെ കീഴടക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മാനിറച്ചിയാണ്. ഇത് നമ്മുടെ സ്പോട്ടഡ് ഡിയർ അല്ലെങ്കിൽ ആക്സിസ് ഡിയർ എന്നറിയപ്പെടുന്നു. ഈ ഒരു സൂവിൽ ഒത്തിരിയുണ്ട് ഈ ഒരു ഐറ്റം. സൂവിൽ കുരങ്ങന്മാരുണ്ടെങ്കിലും ഇവരെല്ലാവരെയും കൂട്ടിലല്ല ഇട്ടിരിക്കുന്നത്. കുറച്ചുപേരെ കൂട്ടിലും കുറച്ചുപേർ ദാ ഇങ്ങനെ കറങ്ങി നടക്കുന്നുമുണ്ട്. മാനുകളുടെ പോലെ തന്നെ ഉള്ള മറ്റൊരു കൂട്ടമാണ് ബ്ലാക്ക് ബക്കുകൾ. ഇന്ത്യയിലും നേപ്പാളിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു വിഭാഗത്തിലെ മാനുകളാണ് ഈ ബ്ലാക്ക് ബക്കുകൾ. ഈ കാണുന്നത് ആഫ്രിക്ക സ്വദേശമായിട്ടുള്ള ഹൈനകളാണ്. കുറച്ചു നേരം ഞാൻ നോക്കി നിന്നു. ഇവൻ ദാ ഈ ഒരു കല്ലിന് ചുറ്റും തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. മലയാളത്തിൽ കഴുതപ്പുലി എന്നറിയപ്പെടുന്ന ഹൈനകൾ. ഏകദേശം 12 വർഷം വരെയാണ് ഇവകളുടെ ലൈഫ് സ്പാൻ. ഈ കാണുന്നത് മ്ലാവുകളാണ്. ഇംഗ്ലീഷിൽ സാമ്പാർ ഡിയർ എന്നാണ് അറിയപ്പെടുന്നത്. മാനുകളുടെ വിഭാഗത്തിൽ തന്നെ പെടുന്ന മറ്റൊരു ഐറ്റമാണ് ഹോഗ് ഡിയേഴ്സ്. ഈ കാണുന്നതാണ് വൂൾഫ്, ഗ്രേ വൂൾഫ് അല്ലെങ്കിൽ ചെന്നായ. ഏകദേശം 16 വർഷം വരെയാണ് ഇവകൾ ജീവിക്കുന്നത്. ഇവകളുടെ സ്വദേശം നോർത്ത് അമേരിക്കയാണ്. പശുകുടുംബത്തിലെ ഏറ്റവും വലിപ്പമുള്ള മൃഗമാണ് ഇന്ത്യൻ കോർ. ഏകദേശം 1000 മുതൽ 1500 കിലോഗ്രാം വരെ വരും ഒരു അഡൽട്ട് ആയിട്ടുള്ള ഇന്ത്യൻ കൗറിന്റെ വെയിറ്റ്. ഇവകൾക്ക് തൊട്ടടുത്തായിട്ട് നിന്നതാണ് ഇന്ത്യൻ എലിഫന്റ്സ്. നിലവിൽ ഒരു ആഫ്രിക്കൻ എലിഫന്റും 4 ഇന്ത്യൻ എലിഫന്റ്സിനെയാണ് ഞാൻ അവിടെ കണ്ടത്. ഇന്ത്യൻ എലിഫന്റ്സിനെ കാട്ടി വലിപ്പം കൂടുതലും ഭാരം കൂടുതലുമാണ് ആഫ്രിക്കൻ എലിഫന്റ്സിന്. മാനുകളുടെ വിഭാഗത്തിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൃഗമാണ് നീൽഗായ്. ഈ കാണുന്നതാണ് ഇന്ത്യൻ സിവറ്റ് ക്യാറ്റ്. ഏകദേശം 15 വർഷം വരെ ലൈഫ് സ്പാനുള്ള ഈ ഒരു ഐറ്റം രാത്രിഞ്ചരന്മാരാണ്. ഈ കാണുന്ന ഐറ്റമാണ് ലെപ്പേർഡ് ക്യാറ്റ്. ലെപ്പേർഡിനോട് സാദൃശ്യമായിട്ടുള്ള പുള്ളികളുള്ള ക്യാറ്റ്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ മുള്ളം പന്നിയും കിടന്നുറങ്ങുന്നുണ്ട്. ഇതാണ് ഹനുമാൻ കുരങ്ങ്. ഇംഗ്ലീഷിൽ ഹനുമാൻ ലങ്കൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവകൾക്ക് ഏകദേശം 18 മുതൽ 30 വർഷം വരെയാണ് ആയുസുള്ളത്. ഇവന്മാരാണ് കരിങ്കുരങ്ങൾ. പഴങ്ങളും പൂക്കളും ഇൻസെക്റ്റുകളുമാണ് ഇവരുടെ ഭക്ഷണം. കുരങ്ങുകളുടെ വിഭാഗത്തിൽ തന്നെ പെടുന്ന മറ്റൊരു കുരങ്ങന്മാരാണ് റീസസ് മങ്കീസ്. രക്തത്തിൽ RH ഫാക്ടർ ഉള്ളത് കൊണ്ടിട്ടാണ് ഇവകളെ റീസസ് എന്നുള്ള പേര് കൂട്ടിച്ചേർത്ത് വിളിക്കുന്നത്. ഇവരുടെ കൂടിന്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഈ വിരുദ്ധനാണ് സ്മൂത്ത് കോട്ടഡ് ഓട്ടർ. ഇതിന്റെ തൊട്ടടുത്ത കൂട്ടിലാണ് ഒരു കരടിക്കുട്ടൻ കിടക്കുന്നത്. കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുമായി നടന്ന് കളിക്കുകയാണ്. കുറച്ചു സമയം നടന്നിട്ട് അവൻ ദാ പയ്യെ കൂട്ടിലോട്ട് കയറിപ്പോയി. ഇതിന്റെ തൊട്ടപ്പുറത്തായി ദാ 2 കരടി പേയേഴ്സ് കിടപ്പുണ്ട്. ഇവകളുടെ കൃത്യമായ പേര് ശ്രീലങ്കൻ സ്ലോത്ത് ബിയേഴ്സ് എന്നാണ്. ഏകദേശം 40 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ. കുരങ്ങന്മാരെ പോലെ തന്നെയാണ് മയിലുകളും. കുറച്ചെണ്ണം അകത്തും കുറച്ചെണ്ണം പുറത്തുമായിട്ട് വിലസുന്നു. ഈ കാണുന്നതാണ് ഇന്ത്യൻ റൈനോസേഴ്സ്. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ വരയാടുമുണ്ട്. ഇവകളെ ഥാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പാമ്പുകളുടെ സെക്ഷനിലേക്ക് കടക്കാം. ഇതാണ് ബ്രോൺസ് ബാക്ക് മൈ സ്നേക്ക്. ഈ കാണുന്നത് നമ്മുടെ മലമ്പാമ്പാണ്. ഇതാണ് നമ്മുടെ രാജവെമ്പാല. എങ്ങാനും ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ. ഇതിന്റെ പേരാണ് മോണിറ്റർ ലിസാർഡ്. മലയാളത്തിൽ ഉടുമ്പെന്ന് പറയപ്പെടും. ആള് നല്ല ഉറക്കത്തിലാണ്. ഇതാണ് വൈറ്റ് പൈത്തൻ. ഇതാണ് ആനാക്കൊണ്ട. ഇതെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ഹിപ്പോപ്പൊട്ടാമസ്. മലയാളത്തിൽ നീർക്കുതിര എന്നാണ് അറിയപ്പെടുന്നത്. 40 മുതൽ 50 വർഷം വരെയാണ് ഇവകളുടെ ലൈഫ് സ്പാൻ. സൂവിൽ തന്നെയുള്ള മറ്റൊരു ഐറ്റമാണ് മുതലകളും ചീങ്കണ്ണികളും. ഈ കാണുന്നത് സോൾട്ട് വാട്ടർ ക്രോക്കഡൈലാണ്. ആള് മറ്റു മുതലകളേക്കാൾ അത്യാവശ്യം വലിപ്പം കൂടുതലാണ്. ഇന്ത്യൻ ഗോറിനെ പോലെ തന്നെ ഉള്ള മറ്റൊരു ഐറ്റമാണ് കാട്ടുപോത്തുകൾ. വൈൽഡ് ബഫലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തെ കൂടുകളിലായിട്ടാണ് എമുവും ഓസ്ട്രിച്ചുകളും ഉണ്ടായിരുന്നത്. എമുവിന്റെ ചിറകുകൾക്ക് അധികം വലിപ്പമില്ല.
പക്ഷിവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ പക്ഷിയായ ഓസ്ട്രിച്ചിനാകട്ടെ വലിപ്പമുള്ള ചിറകുകളാണ്. ഇതും കഴിഞ്ഞ് ഏറ്റവും അവസാനമായി കാണുന്ന മൃഗമാണ് ജിറാഫുകൾ. അങ്ങനെ സൂവിൽ 3 മണിക്ക് കയറിയ ഞങ്ങൾ 6 മണിയായപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. കാരണം അത്രയ്ക്കുണ്ട് കാഴ്ചകൾ നടന്നു കാണാൻ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കാണുന്ന പോലെ ഇലക്ട്രിക് വാഹനങ്ങളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പുതിയ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നവരെ ടിൽ ദെൻ സീ യു. ബൈ ബൈ.